അപ്പോൾ ഗൈസ് ഞങ്ങൾ പോയിട്ട് വരാം. ടാറ്റ. ചാറ്റ കൊടുക്കുക റാജിയെ. ഒന്ന് ചിരിച്ചേക്കെന്തി ഉറക്കം നോക്കിക്കണേ. ഹലോ ഗൈസ്, ഞങ്ങൾ ചായ കുടിക്കാൻ വണ്ടി നിർത്തിയിരിക്കുകയാണ്. എൻ്റെ മൈക്കിൻ്റെ ഹാൻഡിൽ പൊട്ടിയതുകൊണ്ട് ഇങ്ങനെ പിടിക്കുന്നു. ഞാൻ നല്ലൊരു പൊറാട്ടയും മീൻകറിയും പറഞ്ഞു. റാഷി എന്താ പറഞ്ഞേ? റാഷി വെള്ളപ്പവും മീൻകറി പറഞ്ഞു കേട്ടോ. സംഭവത്തിൽ ഇന്നത്തെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, ഇപ്പൊ കണ്ടത് ശരിയാണ്, മോശപ്പെട്ട ഒരു സമയമാണ്. അപ്പോൾ ഒരു എന്താ പറയുക, മനസ്സൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ സ്കൂട്ടി, ഞാൻ ഒറ്റയ്ക്ക് പോരാനാണ് വിചാരിച്ചത്. അപ്പോൾ റാഷിനെയും കൂട്ടി, ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ആകുമ്പം എല്ലാവർക്കും പ്രശ്നമാണല്ലോ. അപ്പോൾ റാഷിനെയും കൂട്ടി ഒരുമിച്ച് ഇങ്ങനെ പോരാം, മനസ്സൊന്ന് റിലാക്സ് ചെയ്യുക, ചുരം കയറണം എന്നൊക്കെയാണ് പ്ലാൻ. പിന്നെ എന്താണ് പ്ലാനിങ്ങിന് മാറുമെന്ന് അറിയില്ല. ഇൻഷാ അല്ലാ നോക്കാം. ഞങ്ങൾ ചാടിക്കാം, റാഷി കഴിക്കാൻ തുടങ്ങി. വിശന്ന് കുടലിലേക്ക് നിൽക്കുകയാണ്. പിന്നെ സമയം വൈകിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാ ഇവിടുന്ന് പിന്നെയും സ്കൂട്ടിയിലാണ് ഞങ്ങൾ വന്നത്. സ്കൂട്ടി എടുത്തിട്ട് വീണ്ടും പോകും, ചുരം കയറാൻ പോകട്ടെ. നമ്മൾ ചുരത്തിൻ്റെ അവിടെ ഉള്ളൊരു ഹോട്ടലിലാണ് ഭക്ഷണം കഴിച്ചത്. ഇനി ഇവിടുന്ന് ചുരം കയറി പോകും. പേരെന്താ? എന്റെ പേര് എം ശ്രീധൽ പ്രകാശ്. ആ സെർവരോ? ആണോ? ഭയങ്കര സന്തോഷം കണ്ടതിൽ. ശരി. അപ്പോൾ ഗൈസ്, ഞങ്ങളൊരു ചെക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. 2 സാറന്മാരെ കിട്ടി, 2 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. ഇപ്പോൾ അതേ ഞങ്ങൾ ചുരം കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. സംഭവത്തിൽ ഇന്നത്തെ യാത്ര ഞാൻ നേരത്തെ ചായ കുടിച്ചപ്പോൾ പറഞ്ഞു, പക്ഷെ അത് ക്ലിയർ ആയില്ല തോന്നുന്നു. എൻ്റെ ഒരു സമയം ഇപ്പോൾ മോശപ്പെട്ടൊരു സമയം. അപ്പോൾ റാഷിയുടെയോ? റാഷി കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര മോശപ്പെട്ടൊരു സമയമാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു റൈഡിന് പോന്നാലോ എന്ന് കരുതി. അപ്പോൾ ഒരു വീഡിയോസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ റാഷിനെ കിട്ടിയത് 2 പേരും ഇങ്ങനെ ജസ്റ്റ് ചുരം കയറാൻ വേണ്ടി നിൽക്കുകയാണ്. കണ്ടോ? ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ എവിടെ എത്തിയെന്നറിയോ? കുറേ ദൂരം പോന്നു. ചുരം കയറി കഴിഞ്ഞു. നമ്മൾ ചായ കുടിച്ചേണ്ട ചുരം കയറി. അത് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ ഒരു സ്ഥലത്ത് ഇറങ്ങിയിരുന്നു, പക്ഷേ അതെനിക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. ഇപ്പം ഞങ്ങൾ എത്തിയത് പൈക്കര വാട്ടർഫോൾസിലേ. അതാണ് ഗൈഡ്, ഇയാളാണ് ഗൈഡ്. പൈക്കര വാട്ടർഫോൾസാണ്. അപ്പോൾ അതിനുള്ളിലേക്ക് ഞങ്ങളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഒരുപാട് കടകളുണ്ട് കേട്ടോ. നമ്മളതിനുള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇങ്ങനെ ലൈറ്റായിട്ട് കുടിക്കാനുള്ളതൊക്കെ ഉണ്ട്. കുറച്ച് റാഷി അങ്ങ് നടക്കണോ? കുറേ റാഷി പോകുന്നു, കുറച്ചങ്ങ് നടക്കാനുണ്ട് ഗൈസ്. അതെ, ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ, ഫുഡ് കഴിക്കാം. ഏതായാലും ഫുഡ് കഴിക്കുന്ന സമയമായിരിക്കുന്നു. യെസ്, വാങ്ങിച്ചോ വാങ്ങിക്ക്, കഴിക്കാം. ഒക്കെ എവളോ? 50 ഗൈസ്. ഞങ്ങൾക്ക് നല്ല ദാഹമുണ്ട്. അപ്പോൾ നല്ല കരിമ്പ്, 20 രൂപ. അത് കുടിക്കുകയാണ് കേട്ടോ. ആ മുളകൊക്കെ ഇട്ടിട്ടുള്ള മാങ്ങ കഴിക്കണേ രസമില്ലല്ലോ അത്? ഇല്ലല്ലോ, വാടിയ കഴിക്കണ കണ്ടാല് നല്ല ടേസ്റ്റാന്നിരുന്നു. ഗൈസ്, എന്റെ കൊല്ലം കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും തല്ലിക്കൊല്ലും. കണ്ണടക്കി വെച്ചിട്ട് നല്ല വെയിലുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ചുമ്മാ ഒരു ഗ്ലാസ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഷൈൻ ചെയ്തതാ. ഇനി ഞങ്ങൾ ഇവിടെ കുറച്ചങ്ങ് നടക്കാനുണ്ട് വാട്ടർഫോൾസ് കണ്ടിട്ട്. ഇനി നമ്മൾ എങ്ങടെ പോണേ? ഇനി സൂയിസൈഡ് പോയിന്റ്. അത് കഴിഞ്ഞ് ചിലപ്പോൾ റിട്ടേൺ അടിക്കും, കാരണം നേരത്തെ വീട്ടിലെത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ലല്ലുമോളെ വീട്ടിലാക്കിയിട്ട് പോകുന്നതാണ്. അപ്പോൾ നോക്കട്ടെ, പിന്നെ 1-2 റീലൊക്കെ എടുക്കാനുള്ള പരിപാടി ഉണ്ട്. നടന്ന എടുക്കും. എന്തായാലും വാട്ടർഫോളിൻ്റെ അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം കേട്ടോ.